ഹായ്, ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. നമ്മൾ ഇന്ന് മുതൽ മോക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് കറണ്ട് അഫയേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം. അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും PDFs PSC അപ്ഡേറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് പെട്ടെന്ന് തുടങ്ങാം. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഏതാണ്? ഫിൻലാൻഡ്. ഏതാണ് വരുന്നത്? ഫിൻലാൻഡ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഫിൻലാൻഡാണ് വരുന്നത്. ഏറ്റവും സന്തോഷം കൂടിയ രാജ്യം ഫിൻലാൻഡ്. 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 2024 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഏതാ വരുന്നത്? 126. 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനാണ് 2024 ലോക സന്തോഷ സൂചിക പ്രകാരം ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ആദ്യമായി ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. നാറ്റോയിൽ അംഗമായിരുന്ന 32ാമത്തെ രാജ്യം ഏതാണ്? നാറ്റോയിൽ അംഗമായിരുന്ന 32ാമത്തെ രാജ്യമാണ്. നാറ്റോയിൽ അംഗമായിരുന്ന 32ാമത്തെ രാജ്യം സ്വീഡൻ. നാറ്റോയിൽ അംഗമായിരുന്ന 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ബഹിരാകാശ മ്യൂസിയം സ്ഥാപിതമാകുന്നത്. 63ാമത് സംസ്ഥാന സ്കൂൾസ് കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്ന പേര് MT നിള. MT നിള എന്നാണ് 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ പ്രധാന വേദിക്ക് നൽകിയിരിക്കുന്ന പേര്. നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി നിലാവ്. നിലാവ് എന്നാണ് നഗരത്തിലെ വഴിവിളക്കുകൾ തെളിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ഈ അടുത്ത് അന്തരിച്ച ഡോക്ടർ KS മണിലാലിൻ്റെ മുഴുവൻ പേര് കോട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. കോട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ എന്നതാണ് ഈ അടുത്ത് അന്തരിച്ച KS മണിലാലിൻ്റെ മുഴുവൻ പേരെന്താണ്? കോട്ടുങ്ങൽ സുബ്രഹ്മണ്യം മണിലാൽ. 2025 ഡോക്ടർ പൾപ്പുവിൻ്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആചരിച്ചത്? 75ാമത്തെ ചരമവാർഷികമാണ് 2025 ഡോക്ടർ പൾപ്പുവിൻ്റെ ആഘോഷിച്ചത്. ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ വെള്ളക്കടുവ പ്രജനന കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ്? മധ്യപ്രദേശ്. MT വാസുദേവൻ നായർ അന്തരിച്ചത് എന്ന്? 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. MT വാസുദേവൻ നായർ അന്തരിച്ചതെന്ന് 2024 ഡിസംബർ 25-ന്. 2024 ഡിസംബർ 25-നാണ് MT വാസുദേവൻ നായർ അന്തരിച്ചത്. അപ്പോൾ 2024 ഡിസംബർ 26-ന് അന്തരിച്ചത് ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് അന്തരിച്ചത് 2024 ഡിസംബർ 26-നാണ്. 25-ന് MT അന്തരിച്ചു, 26-ന് മൻമോഹൻ സിംഗ് അന്തരിച്ചു. 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ ഇന്ത്യൻ നിർമ്മിത അത്യാധുനിക യുദ്ധക്കപ്പലുകളിൽ ഉൾപ്പെടാത്തതേത്? 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഉൾപ്പെടാത്തതേത്? ഇതിൻ്റെ ആൻസർ വരുന്നത് INS തരുണിയാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂററ്റ്, INS വാർഷിപ്പ് 75. ഇതെല്ലാം 2025 ജനുവരിയിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ്. ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാർഷിപ്പ്
75. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ക്രയോമാൻ ഡോക്ടർ വി നാരായണൻ. ഇദ്ദേഹം ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഡോക്ടർ വി നാരായണൻ. അദ്ദേഹമാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. സോനാമാർഗ് ടണൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് സോനാമാർഗ് ടണൽ സ്ഥിതി ചെയ്യുന്നത്. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്തെ ഗവർണറായാണ് സത്യപ്രതിജ്ഞ ചെയ്തത്? ബീഹാറിലെ ഗവർണറായാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗവർണർ ആരാ? ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? രാജേന്ദ്ര അർലേക്കർ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ എവിടുത്തെ ഗവർണറാണ്? ബീഹാറിലെ ഗവർണറാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര അർലേക്കർ. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75ാമത്തെ വാർഷികം. എത്രാമത്തെയാണ്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരി 25 ആഘോഷിച്ചത്? 75ാം വാർഷികം. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഗ്രീൻ ദിഗ്യ പദ്ധതി. പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഗ്രീൻ ദ ഗ്യാപ്പ് പദ്ധതിയാണ് പാലക്കാട് ചുരത്തിൻ്റെ ഹരിതവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതി ഏതാണ്? ഗ്രീൻ ദി ഗ്യാപ്പ് പദ്ധതി. 2025 രാജ്യത്തെ കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരം. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹർമൻപ്രീത് സിംഗ്. ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഖേൽരത്ന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഹർമൻപ്രീത് സിംഗ്. ഏതിനാണ്? ഹോക്കിക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് ഹർമൻപ്രീത് സിംഗ്. 4 പേർക്കാണ് ഖേൽരത്ന പുരസ്കാരം കേരളത്തിൽ നിന്ന് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? 2025 രാജ്യത്തെ കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരമാണ് ഹർമൻപ്രീത് സിംഗ്. 4 പേർക്ക് ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു. ആർക്കൊക്കെയാണ്? മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി താരം, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. അപ്പോൾ 2000 ഖേൽരത്ന പുരസ്കാരമാണ്. തെറ്റാണ്. കേരളത്തിന് ഖേൽരത്ന പുരസ്കാരം. 2025 രാജ്യത്തെ കായിക പുരസ്കാരമായ ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ഹോക്കി താരം ഹർമൻപ്രീത് സിംഗ്. 4 പേർക്ക് മൊത്തം ഖേൽരത്ന കിട്ടിയിട്ടുണ്ട്. ഹോക്കി താരം ഏതാണ്? ഹർമൻപ്രീത് സിംഗ്. മനു ഭാക്കർ, ഈ 4 പേർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. മനു ഭാക്കർ, ഡി ഗുഗേഷ്, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. മനു ഭാക്കർ ഷൂട്ടിംഗ്, ഡി ഗുഗേഷ് ചെസ്, ഹർമൻപ്രീത് സിംഗ് ഹോക്കി, പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് മാഡിസൺ കീസ്. അപ്പോൾ പുരുഷ സിംഗിൾസിലാണെങ്കിലോ? പുരുഷ സിംഗിൾസിൽ കിട്ടിയത് യാനിക് സിന്നർ. പുരുഷ സിംഗിൾസിൽ കിട്ടിയത് ആർക്കാണ്? യാനിക് സിന്നർ. ഇറ്റലിക്കാരനാണ് യാനിക് സിന്നർ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ജയ്ഷ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആരാണ്? ജയ്ഷ. ഇവർ ആർക്കാണ് 2024 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ജേതാവാണ്? സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പുരസ്കാര ജേതാവ് ആരാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കാത്തവർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് ഗ്യാരി റൗക്കിനാണ് ആൻസറായിട്ട് വരുന്നത്. സാമ്പത്തിക ശാസ്ത്ര നൊബേൽ പ്രൈസ് ലഭിച്ചത് ആർക്കൊക്കെയാണ്?
ലഭിച്ചത് ഡാരൻ ഇസമാഗ്ലു, ജെയിംസ് എ റോബിൻസൺ, സൈമൺ ജോൺസൺ, ഡാരൻ ഇസമാഗ്ലു, ജെയിംസ് എ റോബിൻസൺ. ഇവർക്ക് 3 പേർക്കുമാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് ലഭിച്ചത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ പ്രൈസ് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഡാരൻ ഇസമാഗ്ലു, ജെയിംസ് എ റോബിൻസൺ, സൈമൺ ജോൺസൺ. ഗാരി റൗക്കിന് വൈദ്യശാസ്ത്രത്തിലാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്നത് മേഘാലയ. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സ്ഥലം ഏതാണ്? മേഘാലയ. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സ്ഥലം മേഘാലയ. 38ാമതാണ് ഉത്തരാഖണ്ഡ്. 39ാമത് ദേശീയ ഗെയിംസിന് വേദിയാകുന്ന സംസ്ഥാനം മേഘാലയ. 38ാമത്തത് ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിച്ചത് തമിഴ്നാട്ടിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗ്ലാസ് പാലം നിർമ്മിച്ചത്. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായതാരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായതാരാണ്? ഗ്യാനേഷ് കുമാർ. ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത് ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ പുതിയ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായത്. അപ്പം നമുക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.